ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. 2025 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ജനുവരി മാസത്തിലെ ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈം കേസസിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ അധികമായിരുന്നു, അതേപോലെ വിചിത്രവുമായിരുന്നു. ആൻഡ് ഇതിൽ സെൻസേഷൻ ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്, സെൻസേഷൻ ആവാതെ പോയിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ കേസസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കോഴിക്കോട്ട് ഒരു ഹോട്ടൽ ജീവനക്കാരിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പീഡന ശ്രമത്തെക്കുറിച്ചാണ്. ഇതിവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇവൻ പുന്നാര മക്കളെ ആണെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവന്മാർ ഒളിവിൽ പോയെന്നാണ് പറയുന്നത്. കാര്യം അവന്മാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിലല്ലല്ലോ ഒളിവിൽ പോയത്. അതുകൊണ്ട് അത്രയും സീരിയസ്നെസ് മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാവൂ. ആൻഡ് ഈ പറയുന്ന പോലെ ആ ഒരു ലേഡി എന്ന് പറയുന്നത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന അത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാം. കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്നും ചാടി. ഇന്നലെ രാത്രിയാണ് സംഭവം. ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതിയെ ലോഡ്ജ് ഉടമയും ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മൊഴി. സുഹൈൽ അഹമ്മദ് ചേരുന്നുണ്ട്. സുഹൈൽ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. യുവതിയുടെ ആരോഗ്യസ്ഥിതി എന്താണ്? മറ്റു വിവരങ്ങൾ? യുവതിക്ക് നല്ല പരിക്കുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ICUവിലാണ് നിലവിൽ യുവതിയുള്ളത്. 29-കാരിയാണ്. കഴിഞ്ഞ 3 മാസമായി മുക്കത്തെ ഒരു സ്വകാര്യ ലോഡ്ജിലാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ രാത്രി 11 അടുത്ത സമയത്ത് താമസ സ്ഥലത്തിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൊബൈലിൽ. ഈ സമയത്താണ് 3 പേർ അതിക്രമിച്ച് വരികയും യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പ്രാണരക്ഷാർത്ഥം യുവതി ഓടി മറിയുകയും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുകയുമായിരുന്നു. ഈ പ്രതികൾ തന്നെ മുക്കത്തെ KMCT ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മുക്കം പോലീസ് എത്തി യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രതികൾക്കെതിരെ വിശദമായ രീതിയിലുള്ള വിശദാംശങ്ങൾ പെൺകുട്ടി നൽകിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഈ ഹോട്ടൽ ഏതാണെന്നുള്ളത് ന്യൂസായിരുന്നു അങ്ങനെ വെക്കുന്നില്ല. ഇടയ്ക്ക് ഏതൊരു ന്യൂസിൽ ഇങ്ങനെ ആരോ പറഞ്ഞിട്ട് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഹോട്ടലിനെ ഇങ്ങോട്ട് വരാം. സങ്കേതം ഹോട്ടൽ എന്നാണ് ആ ഒരു ഹോട്ടലിന്റെ പേര്. ഇനി ആ ഹോട്ടലിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ആൻഡ് അവിടുത്തെ ജീവനക്കാരും സൂക്ഷിക്കുക. ഈ സങ്കേതം എന്ന് പറയുന്ന ഹോട്ടലിൽ നടന്നിരിക്കുന്ന സംഭവമാണിത്. ഓക്കെ, ഈ ഹോട്ടൽ ഇനി അങ്ങനെ ഇപ്പോൾ അധികം നാളെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ ഒരു മുതലാളി ഈ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കി അവിടുത്തെ നടന്നിരിക്കുന്ന സംഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെക്കാം. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ഹോട്ടലിനു സമീപത്തെ താമസ സ്ഥലത്തായിരുന്നു പെൺകുട്ടി. വനിതാ സഹപ്രവർത്തകർ അവധിയിലായിരുന്നതിനാൽ തനിച്ചായിരുന്നു യുവതി. ഈ നേരത്താണ് ഹോട്ടൽ ഉടമ ദേവദാസ്, റിയാസ്, സുരേഷ് എന്നിവർക്കൊപ്പമെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത്. പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്ന് ബന്ധു വ്യക്തമാക്കി. ഈ വർക്ക് ചെയ്യുന്ന ഹോട്ടലിന്റെ സമീപത്തായിട്ടാണ് ഇവര് താമസിക്കുന്ന സ്ഥലം ഇവർക്കുള്ളത്. അവിടോട്ട് ബാക്കിയുള്ള ജീവനക്കാർ വേറെ ആരും ഇല്ലാത്ത സമയം കൃത്യസമയം നോക്കിയിട്ടാണ് ഈ പൊന്നു മക്കളാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഈ കൃത്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ആ ഒരു പെൺകുട്ടിയുടെ ബന്ധു പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ ഒരു 11 മണിയോട് കൂട്ടിയാണ് ഈ സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് അറിയാൻ കഴിഞ്ഞത് പുലർച്ചെ ഒരു 3:15 കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുക ചെയ്തത്. പോലീസാണ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്നും കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനെ 11 മണിക്ക് ഇവർ വർക്ക് ചെയ്തിട്ട് 3 മാസമായിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യായിരുന്നു. അവൾ ഹോട്ടൽ മാനേജർ കഴിഞ്ഞാണ്. അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് അപ്പോൾ അവിടെയുള്ളൊരു അതിൻ്റെ ഓണറും പിന്നെ ഒരു 2 പേരും പിന്നെ ഒരു അവിടുത്തെ സെക്യൂരിറ്റിയും പിന്നെ അവരുടെ സഹായിയും ചേർന്നിട്ട് റൂമിലേക്ക് ബലമായി തള്ളി തുറക്കുകയും അകത്ത് കയറുകയും അതുപോലെ തന്നെ മോശമായിട്ട് സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ വെപ്രാളത്തിൽ കുട്ടി ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ചാടുകയുണ്ടായത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ സംഭവം നടക്കുന്ന എല്ലാ അടിപിടിയും കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കുട്ടിയുടെ മൊബൈലിൻ്റെ ഓണായിരുന്നു, സ്ക്രീൻ റെക്കോർഡിംഗ് ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഓണായ സമയത്ത് മുഴുവൻ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് റെക്കോർഡ് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവന്മാർ ഈ പരാക്രമം നടത്തുന്ന ടൈമിൽ ആ പെൺകുട്ടി ഇതൊക്കെ ആണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മീഡിയാസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. സത്യം പറഞ്ഞ ഈ ഒരു വോയിസ് കേട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ എത്രയോ ഇരയാക്കപ്പെട്ട എത്രയോ പെൺകുട്ടികൾക്ക് ആ ഒരു ടൈമിൽ എത്രത്തോളം വാ വിളിച്ചിട്ടുണ്ടായിരിക്കും. ഈ പെൺകുട്ടീനെ പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ. അപ്പോൾ ആ പുന്നാരമ്മ പറഞ്ഞിട്ടില്ല വാ വെക്കല്ലേ എൻ്റെ മാനം പോവെന്ന്. ഈ മാനം പോവെന്ന് ഓർക്കുന്ന ഇവനാണെങ്കിൽ ഈ പരിപാടി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? കഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ആലോചിക്കുക. എനിക്ക് ആ ഒരു വോയിസ് കേട്ടിട്ട് എനിക്ക് തന്നെ എന്തോ ഒരു വല്ലാത്ത പോലെ ആയി പോകുന്നു ഇത്ര ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട്. ഓക്കെ, ആൻഡ് ഇതിനെക്കുറിച്ചിട്ട് ഇനി ആ ഒരു പെൺകുട്ടിയുടെ തന്നെ ആ ഒരു ബന്ധു പറയുന്ന ബാക്കി കാര്യം കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. പറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്. അതിന് മുന്നേ 8:45 കൂടി കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിരുന്നു അവൾ. അതിനുശേഷം 11 മണിയോട് കൂടി ഇൻസിഡൻറ്റ് നടന്നത്. പക്ഷേ നമ്മളിത് അറിയുന്നത് രാവിലെ ഒരു 3:15 കൂടിയിട്ടാണ്.
അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നാട്ടിൽ നിന്ന് കൂടി തിരിച്ചു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു. അവൾ സംസാരിക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു, പക്ഷേ ബോഡിയൊക്കെ ഇഞ്ചോർഡ് ആയിരുന്നു. മീൻസ് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ സ്പൈൻ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടില്ല ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കുന്നത്. പക്ഷേ അവൾ നന്നായി സംസാരിച്ചു. അതേ സമയത്ത് അവൾ തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ തരുകയും ചെയ്തു. ഇത്രയും ഇഞ്ചേർഡ് ആയിട്ടുള്ള അത്രയും വേദന സഹിക്കുന്ന ആ ഒരു ടൈമിലും എന്നോട് ഈ കൃത്യം കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ പുന്നാര മക്കളെല്ലാം പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ ഊർജ്ജമാണ് എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടുന്നത്. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു വോയിസ് കേട്ടിട്ട് തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് എന്തോ പോലെ ആയിട്ടുണ്ട്. സീരിയസ്ലി ഞാനിത് ഫസ്റ്റ് ഒരു ന്യൂസിനകത്ത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇത് വല്ലാത്ത പോലെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഒരു 2-3 തവണ ഇത് കേൾക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പം അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സഫർ ചെയ്തുള്ള ആ പെൺകുട്ടിയുടെ അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടിട്ട് ഇവന്മാരെല്ലാം പെടണം എന്നുള്ള രീതിയിലേക്ക്, ഇവന്മാർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിലേക്ക് ഇവന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഒരു പെൺകുട്ടി കാണിച്ച ഒരു മനസ്സ്, ആ ഒരു ഊർജ്ജമാണ് എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടത്. ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി. അപ്പോൾ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ നമ്മൾ കൺമുന്നിൽ ഇതുപോലുള്ള വീഡിയോസും മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കേസിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്, ഇപ്പം ഈ ഒരു ഹോട്ടലിൽ നടന്നു മാത്രമല്ല, ചില സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും അല്ലാത്ത പല സ്ഥലങ്ങളിൽ ഈ ഒരു പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചില ഞരമ്പന്മാരുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഫ്ലേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാവുന്ന അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. ചില ഞരമ്പമായിട്ടുള്ള, മെയിൻലി ഞാൻ കണ്ടിട്ടുള്ള കുറേ കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ ഇച്ചിരി പ്രായത്തിൽ അധികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 10-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ റിയൽ ലൈഫിൽ കണ്ടൊരു ഇൻസിഡൻറ്റിൽ നിന്നാണ് പറയുന്നത്. ഞാൻ മുമ്പ് ഒരു 2023 വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ടേബിളിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ഞങ്ങളൊരു സംഭവം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നേരെ തൊട്ട് ഓപ്പോസിറ്റ് ഇരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇച്ചിരി സീനിയറായിട്ടൊരു സാറാണ്. അയാളെ സാറിന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആരാണ് എന്താണെന്നുള്ളത് മനസ്സിലാൻ വേണ്ടിയിട്ട്, അയാളുടെ പോസ്റ്റ് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ആ പുന്നാരമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിയുടെ നെഞ്ചത്തൊന്നും ഇയാൾ കണ്ണെടുക്കത്തില്ല. എപ്പോൾ നോക്കിയാലും ഇയാളുടെ കണ്ണെന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ നേരെ നെഞ്ചത്താണ്. ഞങ്ങൾ ഈ ചേച്ചിയുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ചേച്ചി ആടാ പോട്ടോ, നമ്മളിപ്പോൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് തന്നെ ആണെങ്കിൽ ഇത്രയും പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിലാണെങ്കിൽ ഇനി ഇങ്ങോട്ട് ജോലിക്ക് വിടത്തില്ല. മാത്രമല്ല ഇതിനെ ഒരു പ്രശ്നമാക്കി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, വേറെ പൈസ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പോട്ടെ നമ്മൾ മൈൻഡ് ചെയ്ത് വിട്ടാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് അന്ന് വേറെ ഞങ്ങളാണെങ്കിൽ റിയാക്ട് കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. ഓക്കെ, അതേപോലെ പല സ്ഥലത്തും പെൺകുട്ടികളുടെ ഇത്തരം രീതിയിലുള്ള അപ്രോച്ച് കാര്യങ്ങൾക്ക് പല ആൾക്കാരും നടത്താറുണ്ട്. പലരും നേരിട്ട് പെരുമാറാറുണ്ട്, പലരും ഇതുപോലെ ഒരു നോട്ടത്തിൽ തന്നെ നിർത്താറുണ്ട്. നിങ്ങൾ ആ ഒരു നോട്ടം, അയാൾ നോക്കി ആ ഒരു നോട്ടം തന്നെ കാണുമ്പോഴത്തേക്കിന് കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരുമാതിരി വല്ലാണ്ടായി പോകും. ആ രീതിയിലുള്ള നോട്ടാണ് അയാളെന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ പെരുമാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യണം. അത് റിയാക്ട് ചെയ്യാണ്ടിരുന്ന് ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടായിരിക്കും ഹസ്ബൻഡ് ഇപ്പം വിടത്തില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിടത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നാളെ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മാത്രം എല്ലാവരും ആലോചിക്കുക. 40 മണിക്കൂറോളം കഴിഞ്ഞു, പക്ഷേ ഇതുവരെയും 3 പ്രതികളെയും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. പ്രതികളെ കിട്ടൂല, കാരണം ഇത് ബോബി ചെമ്മണ്ണൂർ അല്ലല്ലോ. ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞതിൻ്റെ പേരിലുള്ള ബോബി ചെമ്മണ്ണൂർ അല്ല, അവന്മാരൊരു പീഡന ശ്രമമാണ് നടത്തിയേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതല്ലേ ബായി. അതുകൊണ്ട് അങ്ങനെ പോലീസ് അങ്ങനെ ശുഷ്കാന്തി കാണിക്കാൻ മാത്രമുള്ള കാര്യമൊന്നുമല്ല, സർവ്വസാധാരണമാണ്. ഇവന്മാരെ പിടിച്ചിപ്പോൾ പോലീസിൽ കൊടുത്താൽ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? മാക്സിമം എന്ന് പറയുന്നത് ജീവപര്യന്തം എന്തായാലും ഈ ഒരു വിഷയത്തിൽ കിട്ടത്തില്ല. കാര്യം സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. കാര്യം ഇതും പീഡനം പോലില്ല, പീഡന ശ്രമം മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. വിശ്വാസം നേടിയെടുത്തിരുന്നു അവളിൽ നിന്ന്. ബന്ധുവാണ്, നമ്മളെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പൊന്നാര മോനാണെങ്കിൽ ഈ വേണ്ടാതീനെ കാണിച്ചിട്ടുള്ളത്. അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കിന് തന്നെ എന്തൊരു വില ഉണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പം ഇപ്പം അച്ഛനാണ്, അനുജനാണ്, ചേട്ടനാണ്, സഹോദരനാണ് എന്ന് മാങ്ങ തേങ്ങ ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വരും. 3 മാസമായി മുക്കത്തെ ഹോട്ടലിലെ ജീവനക്കാരിയാണ്. ഇതിനിടെ യുവതിയുടെ വിശ്വാസ്യത നേടിയെടുത്ത ഹോട്ടൽ ഉടമ വാട്സാപ്പ് വഴി മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നതായി ബന്ധു വിശദീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു. മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് സാലറിയിൽ നിന്ന് അത് ഗിഫ്റ്റ് കൊടുത്തെന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഇഷ്യൂ ആയതിനു ശേഷം ആ കുട്ടി ആ ഫോൺ തിരികെ കൊടുത്തു. അതൊക്കെ ചാറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം ഇയാൾ ഫോൺ വാങ്ങിച്ചു കൊടുത്തു ഒരു പെൺകുട്ടിക്ക്, അത് ഗിഫ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ഒരു പക്ഷേ ഇങ്ങനെ നടത്താൻ ശ്രമിച്ച ടൈമിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അത് സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കും ഇതിന് നാളെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, കൊടുത്ത ഗിഫ്റ്റാണ് പിന്നീട് പറയാണ് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കടം വാങ്ങിച്ചൊരു സീനോട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ പെൺകുട്ടി ഈ ഹോട്ടൽ ഉടമയിൽ നിന്ന് ഒരു നിശ്ചിത തുക കടം വാങ്ങിയിരുന്നു. അത് സാലറിയിൽ നിന്ന് പിടിക്കാനുള്ളതായിരുന്നു ഒരു ക്രമീകരണം. അതിനിടയിൽ ആണ് പ്രലോഭനത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടന്നത്. പക്ഷേ പെൺകുട്ടി അതിന് മുതിർന്നില്ല എന്നുള്ള കാര്യമൊക്കെ ബന്ധു എന്തായാലും പങ്കുവെക്കുന്നുണ്ട്. ആ പെൺകുട്ടി അവൻ്റെ നിന്ന് കടം വാങ്ങിച്ചത് അവൻ്റെ കൂടെ കിടന്നു കൊടുക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് അവൻ വിചാരിച്ചത്.
വിചാരിച്ചത് അല്ലേ? ആ കടം തീർക്കാനെ കൊണ്ട് കൂടെ കിടന്നു കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഇവൻ ഒരാളെ അല്ലേ 3 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്തേക്കുന്ന ഒരു ഇത്രയും വലിയ ക്രൂരകൃത്യം. എന്നിട്ട് ആ വോയിസിനകത്ത് എന്താണ് പറയുന്നത്? ഒച്ച വെക്കല്ല, എൻ്റെ മാനം പോകുമെന്ന്. ഓക്കെ, ആൻഡ് ഇപ്പോഴും ഇവന്മാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും ആൾക്കാരുണ്ട്. ആ പെണ്ണിൻ്റെ സ്വഭാവശുദ്ധിയെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. പെൺകുട്ടി പുണ്യാളത്തി ആയിരിക്കും അല്ലേ, ചത്തില്ല അതുകൊണ്ട് വെളുപ്പിക്കാമെന്ന്. എടേ, എന്തുവാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണോ പറയുക? ഓക്കെ, അതിജീവിതയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പീഡന ശ്രമത്തിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ കുട്ടി അവിടുന്ന് മടങ്ങി എടുത്ത് ചാടുകയാണ് ചെയ്തിട്ടുള്ളത്. ജീവൻ പോയാലും കുഴപ്പമില്ല, അവന്മാർക്ക് എന്നെ പിച്ച് ചിന്ത ഞാൻ നിന്ന് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവിടെ വന്നിട്ട് ഈ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഒരു ഇത്തരം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഗാന്ധിയെ കൊന്നതിന് രണ്ടഭിപ്രായമുള്ള നാടാണിത്. അതേപോലെ തന്നെ നിൻ്റെയൊക്കെ അമ്മയോട് ഇത് ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നീ പറയും എൻ്റെ അമ്മ അത്ര വലിയ നല്ലതൊന്നും അല്ല എന്നാണോടെ നീയൊക്കെ പറയാൻ പോകുന്നത്? എന്തോന്നറിയാം ഇതൊക്കെ? ഒരു മര്യാദ വേണ്ടത് നിങ്ങൾക്കൊക്കെ.